കോവിഡ് കാലത്തിന് തുല്യമായ രീതിയിൽ ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവാസികളെ പരമാവധി കമ്പനികൾ ശ്വാസം മുട്ടിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകമായ രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോവിഡ് ആകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നിയമപരമായ പരിരക്ഷ ഉണ്ടാവില്ല. കാര്യം കോവിഡാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല, കമ്പനി പ്രവർത്തിക്കാൻ പറ്റില്ല, വരുമാനമില്ല, ചിലവ് കൂടുതലാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അന്ന് നല്ലൊരു ശതമാനം ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെ തൊഴിൽ രംഗത്തുനിന്ന് പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പിരിഞ്ഞു പോരേണ്ടി വന്നത് യുഎയിൽ നിന്നാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. 2019 മുതൽ 2023 കാലമാണ് കോവിഡ് കാലം എന്ന് പ്രാധാന്യമായിട്ട് വന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനിക്കാർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ശമ്പളം വെട്ടിക്കുറക്കുക, വിസ പുതുക്കാതിരിക്കുക, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, ഈ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് അത് പുതുക്കാതിരിക്കുക, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റിന് സാധാരണഗതിയിൽ പണം കൊടുക്കാറുണ്ട്, ആ പണം തിരിച്ചു നൽകാതിരിക്കുക, സാമ്പത്തിക ഞെരുക്കവും പ്രയാസവും ഉണ്ടാക്കിയിട്ട് ഒരു ബ്ലാക്ക് മെയിൽ സിസ്റ്റം പല കമ്പനികളും അന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചില കമ്പനികളൊക്കെ. അതിലേറ്റവും കൂടുതൽ യു എ നിന്നാണ് റിപ്പോർട്ട് വരുന്നത്. കോവിഡ് കാലത്ത് നമുക്കറിയാം 20 ലക്ഷത്തിലധികം മലയാളികൾ കേരളത്തിലേക്ക് മടങ്ങിയ കാലമാണത്. അത് ഏറ്റവും കൂടുതൽ 8 മുതൽ 10 ലക്ഷത്തോളം വന്നത് യു എയിൽ നിന്നാണ്. 1,20,00,000 ഇന്ത്യക്കാരാണ് ഏറെക്കുറെ 201 രാജ്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് എന്നാണ് കണക്ക്. അതിൽ 50% ഗൾഫ് രാജ്യങ്ങളിലാണ്. അത് സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ, ഒമാൻ എന്ന് തുടങ്ങിയിരിക്കുന്ന ആ 6 രാജ്യങ്ങളിലാണ് 50% ഉള്ളത്. ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നത് UAEയിലാണ്. ഏകദേശം അതിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് 18 മുതൽ 23 ലക്ഷത്തോളം ഉണ്ട് എന്നാണ് അനുമാനം. 50 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ UAEയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ UAE എന്ന് ആണെങ്കിലും അറേബ്യൻ രാജ്യങ്ങളാണെങ്കിലും അതൊക്കെ ഒരു ഇസ്ലാമിക നിയമവ്യവസ്ഥ, ശരീഅത്ത് നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് ആരും അങ്ങനെ പ്രത്യേകമായ രീതിയിൽ എന്തെങ്കിലും ശമ്പള പ്രശ്നം ഉണ്ടായാൽ കോടതിയിൽ പോവുക, സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, അങ്ങനത്തെ ഒരു സമീപനം ഇപ്പോൾ ഇല്ല. ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്, ഒരുപാട് പ്രവാസി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലുള്ള എത്രത്തോളം രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ പ്രവാസി സംഘടനകൾ UAEയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനി ഒരു 6 മാസമോ ഒരു വർഷത്തോളം ശമ്പളം തന്നിട്ടില്ലെങ്കിൽ പിന്നീട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് അതിനേക്കാൾ വലിയ വിഷയമാവും. കാര്യമെന്ന് പറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം, കോടതിയിൽ വക്കീലിന് പൈസ കൊടുക്കണമെങ്കിൽ കാശ് വേണം, ആ കേസ് നടത്തണം, അതെന്ന് വിധി പറയുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി നമ്മുടെ കമ്പനിക്കെതിരാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ അക്കമഡേഷൻ നമ്മൾ പുറത്തിറങ്ങണം. ചിലപ്പോൾ ഒരു ID കാർഡ് അല്ലെങ്കിൽ ഒരു ബത്താക്ക പിടിച്ചു വെക്കും. അങ്ങനെ ആ സമയത്ത് നിയമവിരുദ്ധനെ പോലെയായി വേണമെങ്കിൽ അവൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ നീതിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ കുടുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ പല ആൾക്കാർ ജയിലിൽ കുടുങ്ങിയിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും പല രീതിയിലുമായിട്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് ആ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു സ്ഥാനത്ത് മറ്റൊരു അക്കോമഡേഷനിലോ താമസമോ നിന്നിട്ട് വേറെ തൊഴിലൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവർക്കൊരു പരാതി കൊടുക്കാം. അങ്ങനെ ആ സമയത്ത് നിയമവിരുദ്ധമായി കാരണം ചാടിപ്പോയി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിച്ചിട്ടാണെങ്കിലോ നിയമവിരുദ്ധം എന്ന് പിടിച്ച് ജയിലിൽ അടക്കും. ജയിലടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലോ അതിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മോഷണക്കുറ്റോ മറ്റേതെങ്കിലോ ആണ് സ്പോൺസർ പരാതി നൽകിയത് എങ്കിൽ അത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നീട് ഇയാൾ ജയിലിൽ പുറത്തിറങ്ങാൻ ഒരു കൊല്ലം കഴിയേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സർക്കാരിൻ്റെ ഭരണമാറ്റമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാരുണ്യം കിട്ടിയിട്ട് കയറേണ്ട സ്ഥിതികളൊക്കെ, അങ്ങനത്തെ വല്ലാത്ത രീതിയിൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു സംഘമാണ്, ഒരു ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ. പുറത്ത് കാണുകയും പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മനോഹരമായിരിക്കുന്ന കുറേ വാചകങ്ങൾ കൊണ്ട് അവരാണ് ഇന്ത്യ കെട്ടിപ്പടുത്തത്, അവരാണ് കേരളം കെട്ടിപ്പടുത്തത്, അത് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ അതെല്ലാം അവരാണ് എന്ന് പറയാൻ എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാമ്പുറം പല ഘട്ടത്തിലും പരിശോധിക്കാറില്ല. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോഴത്തെ നിലവിലെ അവസരത്തിൽ UAEയിൽ വെച്ചിട്ട് ഒരുപാട് തൊഴിലാളികളെ ശമ്പളം വെട്ടിക്കുറച്ചിട്ടുണ്ട്, ഒരുപാട് തൊഴിലാളികളെ പിരിച്ചു വിട്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വിസ റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കമ്പനികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലാളിയെ പിരിച്ചുവിടാൻ ഒരു അവസരം കിട്ടുന്ന സമയത്ത് ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പ്രത്യേകമായ രീതിയിൽ പറയുന്നത്. ആ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ പീപ്പിൾസ് വോയിസ് ഓഫ് കേരള എന്ന് പറയുന്ന ചാനലുമായി ലിങ്ക് ചേർന്നിട്ട് നമ്മൾ ചെയ്യുന്ന സഹായമാണ്. അവിടെ ഇപ്പോൾ സാമ്പത്തികപരമായുള്ള പ്രശ്നം, നിയമപരമായുള്ള പ്രശ്നം, തൊഴിൽ രംഗത്തുള്ള വിഷയങ്ങൾ, പിന്നീട് ഈ ഇടപാടൊക്കെ നിർത്തിയിട്ട് ആളുകൾ പറ്റിച്ചു പോകുന്ന പ്രശ്നം, അവിടെ പറ്റിച്ചിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന പ്രശ്നം, ഈ നാട്ടിൽ നിന്ന് വേറെ ഏത് രാജ്യത്തേക്ക് പോകുന്ന പ്രശ്നം, ഇവരൊക്കെ
ഇത്തരം പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നിത്യേന എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറുണ്ട്, ഇടപെടാറുണ്ട്. പിന്നെ ഈ മൃതദേഹം അവിടെ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഒരു കേസിൽ ഇടപെട്ടത് അങ്ങനെയാണ്. മൃതദേഹം മരിച്ച ശേഷം ബോഡി കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപ്രശ്നത്തിൽ ചില ബന്ധുക്കൾ എന്ത് ചെയ്യും, അവിടെ അടക്കം ചെയ്യാൻ വേണ്ടി പറയും, ചിലർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയും. അപ്പോൾ പ്രശ്നമായി ആ ഒരു നിയമ വിഷയത്തിലേക്ക് വരും. അപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യണം, അത് കോടതി മുഖാന്തരം ഹൈക്കോടതിയൊക്കെ ബന്ധപ്പെട്ടിട്ടോ ബന്ധപ്പെട്ട അധികാരികൾ, അത് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ എംബസിയോ കോൺസുലേറ്റോ ഈ രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പോ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ആ ബോഡി നീക്കം ചെയ്യാൻ വേണ്ടി പറ്റൂ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് പലപ്പോഴും പ്രവാസികളൊന്നും ഇടപെടാത്തതാണ്. പ്രവാസികളെ സംബന്ധിച്ച് യു എയിലുള്ള ഒരാളെ സംബന്ധിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ചാടാൻ വേണ്ടി ഇഷ്ടംപോലെ പ്രവാസി സംഘടനകളുണ്ട്. അത് യു എയിൽ മാത്രമേ അതുള്ളൂ. യു എയിൽ മാത്രം, പ്രത്യേകിച്ച് ദുബായിൽ. അബുദാബിയിൽ ചാർജ് എത്തുന്ന സമയത്ത് അവിടെയും ടൈറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ പാസ്പോർട്ട് കയ്യിലാക്കും. ആ പാസ്പോർട്ട് കയ്യിലാക്കുന്നവൻ്റെ ബോഡി ആയിട്ടാണ് പിന്നീട് അത് വരുന്നത്. പിന്നെ അതിൻ്റെ മൃതദേഹത്തിൻ്റെ മേലൊക്കെ പേരും സ്റ്റിക്കറൊക്കെ എഴുതി ഒട്ടിച്ചിട്ട് നമ്മൾ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തികൾ ഉണ്ടാവുമല്ലോ. എത്ര ആൾക്കാർ ഇതുവരെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യപ്പെടുത്തി ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാമല്ലോ. ചോദിച്ചാൽ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും. അപ്പോൾ ബോർഡിൻ്റെ മേലെ ഇങ്ങനെ പേരൊക്കെ എഴുതി ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ നിയമപരമായ പ്രശ്നത്തിൽ ഇത്ര കൊടുങ്ങുന്ന സമയത്ത് അത് രക്ഷപ്പെടുന്നവരാരും വരും. വളരെ എളുപ്പത്തിലുള്ളത് വേഗം കൈകാര്യം ചെയ്യും. അത് ഇങ്ങനെ മറ്റതുള്ളതും നിയമപ്രശ്നത്തിലാണെങ്കിൽ അതിനൊരു സമയം വരും, സാമ്പത്തിക വിഷയം വരും, അതിലേക്കൊന്നും ഇടപെടില്ല. 1,25,000 രൂപ ഒരു മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് കോൺസുലേറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. 1,20,000 ഇന്ത്യ കറൻസി നോക്കുന്ന സമയത്ത്. അപ്പോൾ ആ പണം പല ആൾക്കാർക്കും കിട്ടുന്നില്ല. ആരും അടിച്ചു കൊണ്ടുപോകുന്നുണ്ടാവും ഒരു പക്ഷേ വർഷാന്തം പൈസ ഇറങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കോൺസുലേറ്റ് അതിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്, എന്നാൽ ആളുകളിലേക്ക് അത് കിട്ടുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം കൂടി പറയാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് ചുരുക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം സാമ്പത്തികപരമായിട്ടോ തൊഴിൽ മേഖലയിലോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇനി ജയിലിൽ കിടക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ലീഗൽ സംവിധാനത്തെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ അതിനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു തരും. അത് യു എയുടെ നിയമവകുപ്പാണെങ്കിലും അവിടുത്തെ എംബസി ആണെങ്കിലും, അവിടുത്തെ എംബസി നമ്മുടെ എംബസി ആണെങ്കിലും, ഇനി കേരളത്തിലെ കോടതിയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ടാണ് കേസ് നിലനിൽക്കുക, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേരളത്തിലെ ഗവൺമെൻറ്റോ വിദേശകാര്യ വകുപ്പോ നോർക്കയോ ഈ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഏത് തരത്തിലാണ് നമ്മൾക്കൊരു നീതി കിട്ടുന്നത് എങ്കിൽ ആ നീതി കിട്ടുന്ന റൂട്ടിലൂടെ നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്യുന്ന സംവിധാനമാണ് പീപ്പിൾസ് വോയിസ് ഓഫ് കേരള എന്ന് പറയുന്ന ചാനലുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് അറേബ്യൻ പ്രവാസി കൗൺസിൽ എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന പരമാവധി മേഖലയൊക്കെ സഹായിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ നിത്യേന എന്ന് പറയുന്ന ഇത്തരം വിഷയത്തിലൊക്കെ ഇടപെടുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ദുബായുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങളുള്ളത് ഇങ്ങനെയാണ്. അനാവശ്യമായ രീതിയിൽ ശമ്പളം വെട്ടിക്കൊടുക്കുന്നു, ശമ്പളം തരാതെക്കുന്നു, തൊഴിൽ മേഖലയിൽ നിന്ന് പിരിച്ചു വിടുന്നു, നാട്ടിലേക്ക് അയച്ചു വിടുന്നു, തിരിച്ച് വിസ കൊടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞ ആദ്യം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകദേശം 18 മുതൽ 20 ലക്ഷത്തിൻ്റെ മേലെ ആളുകൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. 45% ആളുകൾ തിരിച്ചു പോയിട്ടില്ല. കോവിഡ് കാലത്ത് നമ്മൾ കൃത്യമായ നോർക്കേൻ്റെ കണക്കൊക്കെ ഉണ്ട്. കണക്ക് പറയുന്ന സമയം ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ് പറയാത്തത്. അത് നോർക്കയാണെങ്കിലും വിദേശകാര്യ വകുപ്പാണെങ്കിലും അവർ നമുക്ക് ഈ രേഖപ്രകാരം തന്ന കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് 45% തിരിച്ചു പോയിട്ടില്ല. എന്താ തിരിച്ചു പോകാത്ത കാരണം? നമ്മൾ പല പ്രവാസികൾ ഇത്തരം ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ഒന്ന്, സാമ്പത്തികമല്ല, ഞങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ടിക്കറ്റ് തരുമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് തരാതിട്ടുണ്ട്, ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റോട് കൂടിയാണ് വന്നത്, പക്ഷേ ആളുകൾ കയറ്റിയിട്ടില്ല. കുറേ നിയമങ്ങളുണ്ടായിരുന്നല്ലോ, കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് നമ്മളെ പരിശോധന നടത്തണം, ഇത്രത്തെ കാശുകൾ കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഈ പെട്ടിക്കടിയായിട്ട് റോഡ് സൈഡിൽ പച്ചക്കറി വിറ്റോ ജ്യൂസോ മറ്റോ വിറ്റോ കഴിഞ്ഞു കൂടേണ്ട ദയനീയ അവസ്ഥയിലേക്ക് പ്രവാസികൾ ഒരുപാട് എത്തിയിട്ടുണ്ട്. കുറച്ചൊന്നല്ല, ഒരുപാട്. ഇവിടെ പ്രവാസി സംഘടനകൾക്ക് ഒരു മോശപ്പെട്ടൊരു സ്വഭാവമുണ്ട്. പ്രവാസികൾ സംഘടന അവിടെ വിദേശത്ത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വലിയ സംഘടന എന്ന് പറയുന്ന ഒന്ന് KMCC ആണ്. KMCC ആണെങ്കിലും ഇൻഗാസ് ആണെങ്കിലും പിന്നെ കേളി ആണെങ്കിലും സുന്നി സംഘടനകളിൽപ്പെട്ട ഒരുപാട് പ്രവാസി സംഘടന അവിടെ പ്രവർത്തിക്കുന്നു. നാട്ടിലെ പ്രവാസി സംഘടന റിട്ടയർഡായിട്ട് തിരിച്ചു വന്ന പ്രവാസി സംഘടനയാണ് നാട്ടിലുള്ളത്. അത് പ്രവാസി ലീഗ്, പ്രവാസി കോൺഗ്രസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ രണ്ടും തമ്മിൽ ഒരിക്കലും ലിങ്ക് ചേർന്ന് പ്രവർത്തിക്കില്ല. അവിടെ ഉള്ളവർ വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അഹങ്കാര രീതിയിൽ ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ. ഇവരെല്ലാവരും തിരിച്ചിട്ട്
നാട്ടിലെത്തിയതിൻ്റെ ശേഷം ഈ പ്രവാസി സംഘടനയിൽ ജോയിൻ ചെയ്യേണ്ടവരാണ്. അതവർ ആലോചിക്കുന്നില്ല. അപ്പോൾ അവരൊരിക്കലും ഇത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എവിടെയാണ് ഉള്ളത്? പ്രശ്നങ്ങൾ തിരിച്ചു വന്ന പ്രവാസികളിലാണ് പ്രശ്നങ്ങൾ. ജോലി ചെയ്യുന്നുണ്ടല്ലോ. നിയമപരമായി പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പല സംവിധാന കാര്യങ്ങളുണ്ട്. പ്രവാസികളുടെ പ്രശ്നം ആർക്കാ? തിരിച്ചു വന്ന് ഒരു 50, 55 അല്ല 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രവാസി നാട്ടിലേക്ക് തിരിച്ചു വന്നു. അയാൾ പിന്നെ മടക്കല്ല, അയാൾക്ക് സമ്പാദ്യമല്ല, അയാൾക്ക് തൊഴിലെടുക്കാനുള്ള ആരോഗ്യമല്ല, അയാൾ രോഗത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും കൂടുതലും വരിക. ഇയാളെ പരിരക്ഷിക്കും. ആര് പരിരക്ഷിക്കും? വിദേശത്തുള്ള ഏതേ പ്രവാസി സംഘങ്ങൾ പരിരക്ഷിക്കോ? ഇല്ല. നാട്ടിലുള്ള പ്രവാസി സംഘങ്ങൾ സാമ്പത്തികപരമായ ഉണർവുള്ളവരാണോ? അതുമല്ല. അങ്ങനെ കുടുങ്ങിപ്പോവും. അത് എല്ലാവർക്കും വരും. പ്രവാസിയായിരിക്കുന്ന ഏത് വ്യക്തിയും ഈ പറയപ്പെട്ട പ്രയാസം അനുഭവിക്കേണ്ടവരാണ്. അതും കൂടി ഓർക്കേണ്ടതാണ്. സഹായിക്കുന്ന സമയത്ത് റിട്ടേൺ ആയിട്ട് തിരിച്ചു വന്ന പ്രവാസികളെയാണ് സഹായിക്കേണ്ടത്. മാതൃസംഘടനയ്ക്ക് ഒരുപാട് പണം നൽകിയത് കൊണ്ട് ഫോട്ടോയിലൊക്കെ ക്ലിയർ ആയിട്ട് വരും, യൂട്യൂബിലൊക്കെ ഒരു പക്ഷേ വന്നെന്ന് വരും, വലിയ രീതിയിൽ ചർച്ച ചെയ്തെന്ന് വരും, അവർ ഇത്ര പണം നൽകി എന്നൊക്കെ അഭിമാനം. അതല്ലാതെ ജീവിതാനുഭവത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രയാസത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ പണമൊന്നും ഉപകരിക്കുക, അത് നഷ്ടപ്പെട്ടു പോയ പണമായിട്ടേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, അവിടെ നിയമപ്രശ്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ചാനലിൽ അഭിമുഖം കൊടുക്കേണ്ട സ്ഥിതിയാണെങ്കിൽ അങ്ങനെ, ഇനി പത്രസമ്മേളനം വിളിച്ചിട്ടാണ് പറയേണ്ടത് എങ്കിൽ അങ്ങനെ, ഇനി നമ്മുടെ ഈ പീപ്പിൾസ് വോയിസ് ഓഫ് കേരളയിലാണ് കൊടുക്കേണ്ടത് അങ്ങനെ, ഏതാണ് അതിൻ്റെ റൂട്ട്, വ്യക്തിക്ക് എങ്ങനെയാണോ നീതി കിട്ടുക, അവരെങ്ങനെയാണോ സന്തോഷിക്കുക, സാമ്പത്തികം നഷ്ടപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികം എങ്ങനെയാണോ തിരിച്ച് കിട്ടുക, ഇതിനൊരു കൃത്യമായിരിക്കുന്ന ഒരു റൂട്ട് ഉണ്ടാവും. അത് ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ വിഷയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന റൂട്ട് നമ്മൾക്ക് തന്നെ കിട്ടും. ഇതിന് നിയമപരമായ രീതിയിൽ LLB അഡ്വക്കേറ്റുമാരായിരിക്കുന്ന ആളുകളുടെ കൂടി സഹായം ചെയ്തിട്ടാണ് ഈ പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് അത്തരം പ്രയാസ ബുദ്ധിമുട്ടുകൾ ആരും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നണ്ട. കാരണം നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഒരു നിയമ സഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ, നിയമപരമായിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. സൗദി അറേബ്യയിലൊക്കെ അങ്ങനെ ആരോ പോയിട്ടുണ്ടോ? വലിയ പ്രയാസമാണ്. ഒരു കമ്പനിക്കെതിരെ സമരം ചെയ്ത വ്യക്തിയാണ് ഞാൻ. സൗദി അറേബ്യയിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 5-6 ആൾക്കാർ. അത് നമ്മുടെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ശമ്പളം മാത്രമല്ല, നമ്മുടെ അക്കാമയുടെ പൈസ, ലൈസൻസിൻ്റെ പൈസ ഇത് കട്ട് ചെയ്യും. 700 റിയാലായിരുന്നു അന്ന് ശമ്പളം. അപ്പോൾ അതിൽ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് അക്കോമഡേഷനിൽ ലഭിച്ച കുടിവെള്ളത്തിന് 25 റിയാൽ പിന്നെയും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ 5-8 പേരുണ്ടായിരുന്നു. 2 റൂമിലായിട്ട് 8 പേരുണ്ടായിരുന്നു. ഞങ്ങളത് ഒരു ന്യായമല്ല എന്ന് പറഞ്ഞിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അവിടെ നമുക്ക് നീതി കിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കാര്യം അതാണ്. അങ്ങനെ നമ്മൾ പിടിച്ചു, ജയിലടിച്ചു. അങ്ങനെ ജയിലടിച്ചതിന് ശേഷം തലയൊക്കെ മുട്ടയടിച്ചു. അങ്ങനെ ഡൽഹിയിലേക്ക് കയറ്റി വിട്ടു. കുറേ ദിവസം ജയിലൊക്കെ കിടന്നതിന് ശേഷം. അപ്പോൾ നമുക്ക് ആ ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നീതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ ആ കേസ് ചാർജ് ചെയ്തത് ആ രാജ്യത്ത് സൗദി അറേബ്യയിൽ നിയമപരമായ രീതിയിൽ അങ്ങനെ ഒരു വ്യക്തികൾക്ക് അങ്ങനെ സമരം ചെയ്യാൻ, അത് രാജ്യ നിയമ വ്യവസ്ഥയ്ക്ക് എതിരാണ്, ആ പ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു എൻ്റെ കേസ്. അപ്പോൾ നമ്മൾ പറയാൻ സമയക്കുറവുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ പറയാം. ഞാൻ പറയുന്ന കാര്യം, അത്ര പ്രയാസ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പ് വഴി ബന്ധപ്പെടണം എന്നുള്ള കാര്യം അറിയിക്കുക.